നമ്മുടെ മാത്സ് എക്സാം ഒക്കെ വളരെ ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയില്ലേ? അടിപൊളിയായിരുന്നില്ലേ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ക്രാഷ് എങ്ങനെയുണ്ടായിരുന്നു? ക്രാഷ് തുടങ്ങിയപ്പോ തന്നെ നല്ല സ്പീഡിലായിരുന്നു. പക്ഷെ സ്പീഡിൽ പോയത് നമ്മൾ അറിയില്ല. അത്രയും ക്ലിയർ ആയിട്ടാണ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ക്രാഷ് കാരണമാണ് എനിക്ക് എക്സാക്ട് ഫേസ്. Crash was something I never expected. Actually, I was really bad with managing everything in the starting. Okay. 3 months and everything was going so fast, and I was not able to manage everything. 3 months. That was Continuously 3 months you are facing some problems for. Okay, yes, one. And especially your Vajrayana, that was the first time you suggested. So it was very easy. Very. Actually, I thought it would be really very hard. When I went to the hall and got my paper, I was like, oh my god, it is very easy for me actually. I'm really happy with it. ആദ്യം ക്രാഷ് ക്ലാസ് കണ്ടായിരുന്നു എനിക്ക് ദേഷ്യം. അയ്യോ. Okay. ഇപ്പൊ ഈ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോ ആൻസർ കിട്ടി കഴിയുമ്പോ ഞാൻ ഒറ്റ ചാട്ടുണ്ട് അവിടുന്ന് ചാടിയിട്ട് ഞാൻ അമ്മേക്ക് സബ്ജക്ട് ചാടും. അപ്പൊ കാരണം ഞാൻ ചെയ്ത് കഴിഞ്ഞ ആ സന്തോഷം ചാടി കഴിയുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് വേറെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാൻ പോയി ഒരു ഫോർമാറ്റ് പറയുമ്പോ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു അസൂയ ഉണ്ട്. അസൂയ എങ്ങനെ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു വിന്നേഴ്സ് ആണ്. ഞാനൊക്കെ നല്ല പൊടിയായിട്ട് പഠിച്ച് എനിക്കെല്ലാം അതാണ് ഓക്കെ യെസ്. ബുദ്ധിമുട്ടായിരുന്നു. എന്റെ അമ്മേ, കൺഗ്രാറ്റ്സ്. ദെൻ ഞാൻ സ്കൂളിൽ ഇരിക്കുമ്പോ ടീച്ചറോട് പറയുമ്പോൾ ഓൾറെഡി ആൻസേഴ്സ് ലൈക്ക് എന്റെ മനസ്സിൽ ഓൾറെഡി വരും. എനിക്ക് ഒരു 5th 6th വരെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിലും. പിന്നെ കൊറോണ കഴിഞ്ഞതോടുകൂടി എന്റെ മാർക്കും നന്നായി കുറഞ്ഞു. ആ ഒരു ഭയങ്കര ആവറേജ്, അത്യാവശ്യം ടോപ്പർ ആയിരുന്നു. ഒരു 5th വരെ എനിക്ക് 95% ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ അതിന് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയി മാറി മാർക്കൊക്കെ നല്ല കുറവായിരുന്നു. പക്ഷേ 9th ഞാൻ വിന്നേഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പൊ എനിക്കിപ്പോ മാത്സ് എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു സന്തോഷമായിരുന്നു. ഞാൻ തീരെ മാർക്ക് കിട്ടാത്ത ഒരാളായതുകൊണ്ട് ഇത്രയെങ്കിലും കിട്ടുന്ന എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. പേപ്പർ വന്ന് കണ്ടു, എനിക്ക് എളുപ്പമായിരുന്നു. ഭയങ്കര അങ്ങോട്ട് ചിലപ്പോ 100% ഒന്നും മേടിക്കാൻ പറ്റില്ലേലും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല മാർക്ക് കിട്ടും, നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അതിന് ഉത്തരം എനിക്ക് ശരിക്കും ഓൾറെഡി അറിയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ചാടി കയറി പറയുമ്പോഴത്തേക്ക് മിസ് ഓക്കെ നിങ്ങൾ എങ്ങനെയാ പഠിച്ചത് അറിയാലോ എല്ലാം എന്നുള്ള സെൻസിലായിരുന്നു. ക്ലാസ്മേറ്റ്സ് ചോദിക്കും നിങ്ങളും ഉണ്ട്, നിങ്ങളുടെ ഒരു വിന്നേഴ്സ് ഉണ്ട്, എല്ലാം അറിയാലോ. വിന്നേഴ്സിലാണ് ഞങ്ങൾക്ക് അറിയാന്നൊക്കെ പറയാം. അപ്പൊ അവര് പറയും നിങ്ങളുണ്ട്, നിങ്ങളൊരു വിന്നേഴ്സ് ഉണ്ട്, എല്ലാം അറിയാം, നിങ്ങളടുത്തൊന്നും ഇരിക്കാൻ പറ്റൂല എന്ന് പറയും. എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു 10th ബിഗിനിങ്ങില്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാത്സിലൊക്കെ നല്ല മാർക്ക് പറഞ്ഞിട്ട് ഫസ്റ്റ് എക്സാം 50 മാർക്കിലായിരിക്കുമല്ലോ ഫസ്റ്റ് എക്സാം ബിഗിനിങ്. അതിലെനിക്ക് 45 ആയിരുന്നു ഔട്ട് ഓഫ് 50. ഞാൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് സന്തോഷം കൊണ്ടാണ് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ അറിയില്ല. ഞാൻ ഇങ്ങനെ ഉമ്മാട് പടക്ക് വന്നിട്ട് പറയും ശരത് സാറിന് ഫീസ് എടുത്തിട്ട് അബ്രോഡ് കൊണ്ടുവന്നാൽ അതേപോലെ തന്നെ സാർ വിന്നേഴ്സിന്റെ റിവിഷൻ ആയാലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. വിന്നേഴ്സിന്റെ കോച്ചിങ് ആക്ച്വലി എനിക്ക് ഹെൽപ്ഫുള്ളാണ്. എക്സാം ഒന്ന് സ്മൂത്ത് ആയിട്ട് പോയി. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് വാവ് ദിസ് ഈസ് സോ ഹാർഡ് അങ്ങനൊന്നും തോന്നിയില്ല. ആദ്യമൊന്നും എല്ലാം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 10ലോട്ട് കയറിയപ്പോഴത്തേക്കാണ് എനിക്ക് എല്ലാം കൂടെ ഈസിയായി. മാത്സ് ആയിരുന്നു എന്റെ ഈസിയസ്റ്റ്. അതോ ഓക്കോ മാത്സ് ആയിരുന്നു ഏറ്റവും ഈസിയസ്റ്റ് സബ്ജക്ട് അതായിരുന്നോ? അതെ. യെസ് ഫൈൻ, ഓൾ ദി ബെസ്റ്റ് മോൾ. റിവിഷനിൽ ഞാൻ കയറിയായിരുന്നു. അന്നൊക്കെ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഹോപ്പിൽ അമ്മ കയറ്റിയ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ റെഗുലറിൽ കയറായിരുന്നു.
കേറായിരുന്നു എന്ന് തോന്നിപ്പോയി അല്ലേ? റിവിഷൻ ആണ് കേറിയത്, റെഗുലറിൽ കേറായിരുന്നു എന്ന് തോന്നിപ്പോയി. ഓക്കെ, ക്രാഷിൽ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു, ക്രാഷിലുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അന്നേരം തന്നെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റി. അപ്പൊ എക്സാം ഒക്കെ നന്നായി എഴുതിയായിരുന്നു അല്ലേ? എഴുതി, എനിക്ക് കുഴപ്പമില്ലാതെ പോയി. ടൈം മാനേജ്മെന്റ് ഒക്കെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി. 9th വന്നപ്പോ ഭയങ്കര ലോ ആയിരുന്നു. മാത്സ് മാത്രമാ ലോ ആയ, ബാക്കി സബ്ജക്റ്റ് ഒക്കെ നല്ല മാർക്കായിരുന്നു. മാത്സ് മാത്രം അങ്ങനെ പ്രശ്നമായി അല്ലേ? മാത്സ് മാത്രം ലോ ആയി. അപ്പോ അത് ഭയങ്കര ഇതായി. അപ്പോഴാണ് നമ്മളൊരു ട്യൂഷൻ എന്നുള്ള രീതിയിൽ അന്വേഷിച്ചു തുടങ്ങിയത് അല്ലേ? യെസ്. അങ്ങനെ വിന്നേഴ്സിനെ കേട്ടു, വിന്നേഴ്സിലേക്ക് എൻട്രി ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു വിന്നേഴ്സിന്റെ ആ ഒരു കോച്ചിങ്? ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. കാരണം എനിക്ക് എല്ലാ മന്തും സ്കൂളില് മന്ത്ലി ടെസ്റ്റ് ഉണ്ടായി. എല്ലാത്തിനും ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് ഉണ്ടായി മാത്സിന്. അങ്ങനെ ചേഞ്ച് വന്നപ്പോ ടീച്ചേഴ്സിന് വരെ ഭയങ്കര ഇതായിരുന്നു. കാരണം എന്നെ 8th വരെ അറിയാവുന്ന ടീച്ചേഴ്സ് 9th ഇങ്ങനെ കണ്ടതാ. പിന്നെ 10th കയറി വന്നപ്പോ അവയ്ക്കും ഭയങ്കര ഇതായിരുന്നു. പണ്ടൊക്കെ എനിക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റൂ, പുറത്തുനിന്ന് എന്തെങ്കിലും വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. 10th എൻട്രി ചെയ്തപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. എല്ലാ ടെസ്റ്റുകളും പാസ് ആയി, മാർക്ക് ഉണ്ടായി, അത്യാവശ്യം മാർക്ക് ഉണ്ടായി. വിന്നേഴ്സിൽ എല്ലാ ദിവസവും രാത്രി പരീക്ഷ വെക്കുമ്പോ വിന്നേഴ്സിൽ ആദ്യത്തെ പ്രാവശ്യങ്ങളിൽ രാത്രി പരീക്ഷ ഒരു മാർക്കും ഉണ്ടായിട്ട, പിന്നെയാണ് നല്ല മാർക്ക് വന്നു തുടങ്ങിയത്. എനിക്ക് ആ കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് വിന്നേഴ്സിന്റെ. ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതിന് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന്. എന്നാലും ഞാൻ മാക്സിമം കൊടുത്തു. പിന്നെ ഇവിടുന്ന് തന്നെ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു പറയുന്നു. എല്ലാ സപ്പോർട്ടും സാറ് പഠിപ്പിച്ച AI വന്നതും റിവിഷന് വന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങളെ തരുന്ന ഹോംവർക്കും നിങ്ങളെ തരുന്ന ക്വസ്റ്റ്യൻസും പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഫൺ ടു ലേൺ. അപ്പോൾ വിന്നേഴ്സിൽ ജോയിൻ ചെയ്ത് പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, എക്സാംസിനായിട്ട് അറ്റ്ലീസ്റ്റ്. അപ്പൊ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ചെയ്തു. എല്ലാവരോടും എനിക്ക് വൺസ് അഗൈൻ താങ്ക് യു. കാരണം 9th ഞാൻ ഓൾമോസ്റ്റ് ഭയങ്കര ലോ ആയിരുന്നു. അത് കഴിഞ്ഞ് 10th എത്തിയപ്പോ അത്യാവശ്യം നല്ല ഗ്രേഡിലേക്ക് എത്തിയപ്പോഴേക്കും സന്തോഷം കൂടി.